കൂട്ടുകാരെ, കരച്ചിട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പം ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ എഴുകുമയിൽ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഫിഷ്ലാൻഡ് എന്ന് പറയുന്ന ഒരു ഫാം ടൂറിസവും ഇതെല്ലാം കൂടെ ഉള്ള ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പം ഒരുപാട് മീനുകളും അതുപോലെ തന്നെ സ്വിമ്മിംഗ് പൂളും DJ പാർട്ടിക്കുള്ള സെറ്റപ്പുകളും ടെൻറ്റുകളും എന്ന് പറയേണ്ട ഏറ്റവും ഇസഡ് 4 ഏക്കറിനകത്ത് കിടക്കുന്ന അടിപൊളി ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ വന്നേക്കുന്നത്. അപ്പം നമുക്ക് ഇവിടുത്തെ കാഴ്ചകളും മീൻപിടുത്തവും എല്ലാമായിട്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. നാശമാക്കിട്ടേക്കുന്നുണ്ടോ? അങ്ങോട്ട് പോവാം നമുക്ക്. കൂട്ടുകാരെ, നമ്മള് നമ്മുടെ ഫിഷ്ലാൻഡിലാണ് നിൽക്കുന്നത്. ഫിഷ്ലാൻഡ്. അപ്പൊ ഇതിന്റെ കൂടുതൽ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചേട്ടായുടെ പേര് സജി ചേട്ടായോട് ചോദിച്ച് നമുക്ക് കറക്റ്റ് കാര്യങ്ങൾ മനസ്സിലാക്കാം. അപ്പൊ ചേട്ടാ, ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഒരു പദ്ധതി തുടങ്ങിയിട്ട് എത്ര കാലമായി? ഇതിപ്പോ നമ്മളൊരു 2 വർഷത്തോളമായി. ശരിക്കും ഇത് ഇങ്ങനെ ഒരു ഉദ്ദേശിച്ച് തന്നെ തുടങ്ങിയെന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ കുഞ്ഞുനാളിൽ ഇവിടെ നെൽകൃഷിയായിരുന്നു. നമ്മളൊരു 2 വർഷം മുമ്പ് എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തു. ഇപ്പം മെയിനായിട്ട് നമ്മൾ മീൻ കൃഷിയാണ്. മീൻ കൃഷി സിലോപ്പിയ എന്ന് പറയുന്നൊരു മീനാണ്. ഇതിനകത്ത് 2 ഐറ്റം ഉണ്ട്. ഗിഫ്റ്റ് എന്ന് പറയുന്നുണ്ട്, ചിത്രലാട എന്ന് പറയുന്നൊരു മീനുണ്ട്. 6 മാസം വിളവാണ്. 6 മാസം നമുക്കൊരു 4-5 മാസം ആകുമ്പോൾ പിടിക്കാൻ തുടങ്ങാം. ഇതിപ്പോ എത്ര മാസമായതാ? ഇതിപ്പോ ഒരു 3 മാസം കഴിഞ്ഞു. 3 മാസം കഴിയുമ്പോ തന്നെ അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. അത് ചെരിഞ്ഞ് നിൽക്കുമ്പോൾ അതിന്റെ വലിപ്പം നമുക്ക് അറിയാൻ പറ്റും. ഇതിലെല്ലാം നമ്മുടെ കുഞ്ഞുങ്ങളെ ഇടാനൊക്കെ ഉള്ള സിസ്റ്റമാണ് മേളിലുള്ള ടാങ്കുകളൊക്കെ. അങ്ങനത്തെ നേഴ്സറിയാണ്. അവിടുന്ന് കുഞ്ഞുങ്ങളെയൊക്കെ പിടിച്ചോണ്ട് ഇടാനൊക്കെ ഉള്ള ഒരു ഇതാണ്. മീൻ പിടിക്കാം, നമുക്ക് ലൈവായിട്ട് മീൻ പിടിക്കാം. നമുക്ക് മീൻ പിടിച്ചാൽ ഇവിടെ ഗ്രില്ല് ചെയ്യുന്ന സ്ഥലമാണ്. അത് ഗ്രില്ല് ചെയ്ത് നമുക്ക് കഴിക്കാൻ പറ്റും. പിന്നെ ഇരിക്കുന്ന സംഭവം ഇത് നമ്മള് കൊട്ടവഞ്ചിയാണ്. നമ്മളത് കൊണ്ടുവന്നിട്ടേ ഉള്ളൂ, ഇറക്കിയിട്ടില്ല. എന്ന് വെച്ചാൽ അതിന്റെ സേഫ്റ്റി കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്ക് ഇറക്കാൻ പറ്റുള്ളൂ. കാരണം അത് ഇപ്പൊ മഴയല്ല, കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് നല്ല മഴയായിരുന്നു. കൊട്ടവഞ്ചി തുഴഞ്ഞു പോകാം. അനാവസ് എന്നാണ് ഈ മീനിന്റെ പേര്. അനാവസ് പറയുന്നത്. ഇതൊരു 8-9 മാസമാണ് ഇതിന്റെ വിളവ്. 9 മാസം. ഇത് മാക്സിമം ഒരു 300-250 രൂപയിലൊക്കെ നിൽക്കും. പക്ഷെ നല്ല ടേസ്റ്റ് ഉള്ള മീനാണ്. ഇതിന് എങ്ങനെ മറ്റേ ഈ ചിറകെ കൂടെ മുള്ളുള്ള ഒരു അതല്ലേ? കണ്ടിട്ടുണ്ട് കേട്ടോ. നല്ല പ്രതിരോധശേഷിയുള്ള മീനാണ്. ഒരു ദിവസം വെള്ളം ഇല്ലെങ്കിൽ പോലും കിടന്നോളും. കൃഷിയുടെ കാര്യം പറഞ്ഞല്ലേ? കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ ഇതിനിപ്പോ അതിനൊക്കെ കൊടുക്കുന്ന നമ്മൾ ഇതാണ് 2.5 എന്ന് പറയും. ഇതിന് 28-30% പ്രോട്ടീനാണ്. പിന്നെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന 0.6 എന്ന് പറയും. അത് 40% പ്രോട്ടീനൊക്കെ ഉള്ളതാണ്. പിന്നെ തീറ്റകൾ 3-4 സൈസ് ഉണ്ട്. 1.2 ഉണ്ട്. അങ്ങനെ ഓരോ സ്റ്റേജിൽ ആദ്യത്തെ 2 മാസം, പിന്നത്തെ 2 മാസം, പിന്നെ അങ്ങനെ വരുമ്പോൾ തീറ്റി മാറി. ഇതിനകത്ത് നമുക്ക് ഗൗര എന്ന് പറയുന്ന ഒരു മീനാണ് മെയിനായിട്ട് ഇട്ടിരിക്കുന്നത്. ഗൗര നമ്മുടെ കാഴ്ചയിൽ ശരിക്കും അല്ലല്ല, ഇതിനകത്ത് മെയിൻ ആയിട്ട് ഇതാണ്. പക്ഷെ ഇത് മറ്റു മീനുകളും ഉണ്ട്. ഗൗര മീൻ എന്ന് പറയുന്നത് തീറ്റ ഇട്ട് കൊടുത്താൽ അവനങ്ങനെ പെട്ടെന്ന് ഓടി വരത്തില്ല. പുള്ളിക്ക് ചേമ്പല ഇലകളാണ്. അസവള കൊടുക്കും, ചേമ്പല കൊടുക്കും. ആ തീറ്റ ഇട്ട് കഴിഞ്ഞാൽ തീറ്റയോട് വലിയ ഒരു ഇതില്ല, പയ്യെ അങ്ങ് വരത്തേ ഉള്ളൂ. ഇത് അവിടെ ഫ്ലോട്ടന്റ് ആണ്. അത് 2 ബെഡ് ഇടും, 2 പേർക്ക് കഴിക്കാനുള്ള സൗകര്യമുണ്ട്. ഇത് പിന്നെ വെള്ളം മീൻ ഓക്സിജൻ കൊടുക്കാനുള്ള ഒരു ഇതാണ്. അതിന്റെ നമ്മളിപ്പോ സിലോപ്പിയ, ആസാം വാള, അതൊക്കെ പിന്നെ നട്ടർ ഇതെല്ലാം 300 കൊടുക്കും. കട്ടള രോഗം ഒക്കെ 350. ഇട്ട് കൊടുത്താലേ വരത്തില്ല. പിടിക്കുന്ന നമ്മള് വല വെച്ച് നീളമുള്ളതുണ്ട്, അത് വെച്ച് കോരുവലയുണ്ട്. കോരുവല നമ്മളെ കണ്ടോ? ശരിക്കും സർക്കസ് കൂടാരത്തിനകത്ത് കയറുമ്പോൾ മാത്രം ഇത്രയും സെറ്റപ്പിൽ ഇത്രയും ലോങ് ആയിട്ട് വല ഇട്ടുള്ളത്. വലയിട്ടില്ലെങ്കിൽ നമ്മള് ഭയങ്കര ശല്യം ചെയ്യുവേ. കൊക്ക്, പൊന്മാന്, പിന്നെ നീർക്കാക്കൊക്കെ വെള്ളത്തിലേക്ക് ഊളയിട്ട് ഇറങ്ങി അവൻ മീനെ കഴിച്ചിട്ടേ പോകത്തുള്ളൂ. ഇത് ഫുള്ള് ഇതുകൊണ്ട് ഇത്രയും ഏരിയയില് നല്ല ഇതാണ്. ഫുള്ള് വലക്കി കവർ ചെയ്തേക്കുക. കാരണം ഈറ്റ ഉണക്കി കയറണമെങ്കിലേ ആദ്യം കിട്ടുമ്പോൾ ഇടുന്ന സ്ഥലമാണ് നഴ്സറിയാണ്. ഒരു 8 സൈസ് കുഞ്ഞുങ്ങളെ നമുക്ക് ഇടാം. ഇതിനകത്തൊരു കുറച്ച് ദിവസം നമ്മൾ ട്രീറ്റ് ചെയ്യാന്ന് പറയും. ഒരു 15-10 ദിവസങ്ങൾ ട്രീറ്റ് ചെയ്തിട്ട് കുഞ്ഞുങ്ങളെ ഇറക്കി. പിന്നെ അതിന് പ്രത്യേകിച്ച് ഓക്സിജൻ സിസ്റ്റം ഉണ്ട്. അതിന് ചെറിയ തീറ്റയുണ്ട്. അതെല്ലാം കൊടുത്തൊരു 10 മിനിറ്റ് നമ്മുടെ വെള്ളവും നമ്മുടെ കാലാവസ്ഥയ്ക്കായിട്ട് അനുയോജ്യമായിട്ട് നമ്മൾ പിന്നെ അപ്പുറത്ത് ടാങ്കിലേക്ക് അതുകൊണ്ടോ ഫുള്ള് ഓടൊക്കെ വെച്ചിട്ടാണ് സംഭവം സെറ്റാക്കി വെക്കുന്നത്. ഇത് താഴ്ച അറിയില്ല കേട്ടോ, ഒരടി വെള്ളമേ ഉള്ളൂ കേട്ടോ. ഒരടി വെള്ളം.
ഇത് ട്രംബോളിനാണ്, കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും ചാടാം. 100 കിലോ ആണ് അതിന്റെ കപ്പാസിറ്റി. ശരിക്കും പറഞ്ഞാൽ നമ്മൾ അഖിലിനോടൊന്ന് പറയണം കേട്ടോ, അത് കേൾക്കോളാം കേട്ടോ. ഞങ്ങൾ അഖിലിനെ ഒന്ന് കയറും, ഒന്ന് കയറും. ആ, അനിൽ എത്ര കിലോ ഉണ്ട്? സെന്ററിൽ നിൽക്കണം, സെന്ററിൽ നിന്ന്. എന്നിട്ട് പയ്യെ ഇച്ചിരി ഇങ്ങോട്ട് മാറി നിന്ന്, ഇങ്ങോട്ട് മാറി. എന്നിട്ട് പയ്യെ ഞാൻ ഒത്തിരി ഒന്നുമില്ലല്ലോ, ഞാൻ 60 കിലോ. അപ്പം കുഴപ്പമില്ല. അങ്ങനെ ക്യാമ്പ് ഫയറിനുള്ള സൗകര്യമുണ്ട്. പുതിയൊരു പ്രൊജക്ട് റെയിൻ ഡാൻസ് ഡാൻസിനുള്ള സെറ്റപ്പാണ്, സംവിധാനമാണ്. ഇനി പൂർത്തീകരിച്ചില്ല. അപ്പോൾ ഒരു സൈഡിൽ ഫയർ ഡാൻസ്, ഒരു സൈഡിൽ റെയിൻ ഡാൻസ്. പൂളിന്റെ ഫിൽറ്ററിംഗ് സിസ്റ്റം ആണ്. ഇത് ഫുൾ ടൈം ഇങ്ങനെ 3 ഫിൽറ്ററിംഗ് സിസ്റ്റം ഉണ്ട്. ഇതിനകത്ത് വന്ന് അവിടെ വന്നിട്ട് ആ വെള്ളം അതുകൊണ്ട് അവിടെ ചാടും. അവിടെ ചാടി നിന്നിട്ട് അതിന്റെ സെൻട്രൽ ഒരു സിസ്റ്റം ഉണ്ട്. അതിൽ നിന്ന് വീണ്ടും ഇങ്ങോട്ട് വരണം. 24 hours ഇതിങ്ങനെ. ഇത് കുട്ടികൾക്കുള്ളതാണ് കേട്ടോ, കുട്ടികൾക്കുള്ളതാണ്. ഇതിന് 2-2.5 അടി വെള്ളം മാക്സിമം എടുക്കും. അപ്പുറത്തിനകത്ത് 4 അടി വെള്ളം. ഇത് 5 ദിവസത്തെ ക്ലാസ് ആണ്. 5 ദിവസത്തെ ക്ലാസ്സിന് നമ്മൾ 1000 രൂപയാണ് ഫീസ് വാങ്ങുന്നത്. അല്ലല്ല, 5 ദിവസത്തെ ക്ലാസ് ആണ് പഠിപ്പിക്കുന്നതിന് 1000 ഫീസ് വാങ്ങും. വരിക പഠിക്കുക. പിന്നെ അല്ലാതെ നമ്മൾ ചാടുന്നതിന് മണിക്കൂർ 100 രൂപ വെച്ച്. അതായത് നമുക്ക് സ്വിമ്മിംഗ് പഠിക്കണമെങ്കിൽ ഒരു ക്ലാസ് പൂർത്തിയാക്കുന്നതിന് 1000 രൂപയുള്ളൂ. 5 ദിവസത്തെ ക്ലാസ്. 5 ദിവസത്തെ ക്ലാസ്. പിന്നെ അല്ലാതെ ഇവിടെ വന്ന് സ്വിമ്മിംഗ് പൂളിന് ഒരാൾക്ക് 100 രൂപ, 1 മണിക്കൂർ അല്ലേ? 1 മണിക്കൂറത്തേക്ക്. അപ്പോൾ കുറച്ച് പേരൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ കമ്പനിയൊക്കെ ആയിട്ട് ഇങ്ങനെ വരിക. എന്തായാലും നമുക്ക് അല്ലാതുള്ള പരിപാടികളൊക്കെ നടത്താൻ താല്പര്യമുണ്ടെങ്കിൽ ഒരു 100 പേരുടെ പ്രോഗ്രാം ഒക്കെ നടത്താൻ വേണ്ടിയിട്ട് അത്യാവശ്യമുള്ള ഹാള് സംവിധാനങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. നമ്മൾ പരിചയമായ മീനാണ്, നമ്മൾ തൊടുവോ ചേട്ടാ? നല്ല ഞാൻ അവർക്ക് തീറ്റ കൊടുക്കുന്നുണ്ട്. കഴിക്കാത്തൊന്നും ഇല്ല, കടിക്കില്ല. ഇല്ല, കടിക്കില്ല. അതിന്റെ ചുണ്ടിലൊരു അടം പോലെ ഉണ്ടല്ലോ. കഴിക്കാത്ത കയറിയിട്ട് പോകുന്നുണ്ടോ? അലങ്കാര മത്സ്യമാണ്. പിന്നെ കുറച്ച് രോഹു ഉണ്ട്. പിന്നെ അതാ വലിയ മീനൊക്കെ റെഡ് സിലോപ്പിയാണ്, ബ്ലാക്ക് ഉണ്ട്. പിന്നെ പിന്നെ അത് കണ്ട അപ്പുറം നിൽക്കുന്നത് അത് ഗൗര എന്ന് പറയുന്നൊരു മീനാണ്. അത് ആ സൈഡിൽ അത്. പിന്നെ അതിനകത്ത് ഗോൾഡ് ഉണ്ട്. ഒത്തിരി അലങ്കാര മത്സ്യം, കോയിക്കാർപ്പാണ് മെയിനായിട്ട്. പിന്നെ ബ്ലാക്ക് എല്ലാം ഗിഫ്റ്റ് ആണ്. നമുക്ക് അതിനകത്ത് പിടിക്കുകയൊക്കെ ചെയ്യാം. ഈ മീനിന്റെ പേര് ഗാറാറൂഫ എന്നാണ്. ഫിഷ് മസാജ്, ഫിഷ് ഡോക്ടർ അങ്ങനെയൊക്കെ പറയും. ഫിഷ് പാന്ന് പറയാം. ഇട്ടോട്ടെ, ഇച്ചിരി അങ്ങോട്ട് 2 കാലം ഇട്ട്. ഒരു ചെറിയ ഇക്ലി ഉണ്ടോ? കുഴപ്പമില്ല, 1 മിനിറ്റ് അറിയുള്ളൂ. ഇത് മെയിനായിട്ട് ബ്ലഡിന്റെ സർക്കുലേഷൻ ആണ്. കാലിൽ ഇതുണ്ടോ, മീൻ പൊതിഞ്ഞിരിക്കുവാട്ടോ. ഇതുണ്ടോ എന്റെ പൊന്നു പോലെ. മസാജിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിഷ് മസാജ് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇതിന് നമ്മൾ ഫീസ് മേടിക്കുന്നതാണ്. ഇത് 15 മിനിറ്റ് നമ്മൾ 50 രൂപ മേടിക്കും. ഇല്ലില്ല, ആദ്യം 1 മിനിറ്റ് നേരത്തെ ഉള്ള എക്കിലുകൾ, പിന്നെ നല്ല സുഖമാണ്. 15 മിനിറ്റ് ഒക്കെ അല്ല ഇരുന്നുള്ളൂ. അപ്പൊ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. ഇത് നമ്മൾ വിദേശത്തു നിന്നാണ് വരുന്നത്. നമ്മളത് ബുക്ക് ചെയ്ത് നമുക്ക് നെടുമ്പാശ്ശേരി കിട്ടും. അവിടെ നിന്ന് പോയി നമ്മൾ എടുത്തോണ്ട്. ഇതിന് ഇവിടെ വരുമ്പോഴത്തേനും ഒരു 20-25 രൂപ അടുത്ത് വരും ഒരു മീൻ. ഇത് തീറ്റ എന്ന് പറഞ്ഞാൽ 0.6 ഒരു നേരം കൊടുക്കും. പിന്നെ ഇത് വളരുകയില്ല, കുഞ്ഞുങ്ങളും ഉണ്ടായിട്ടില്ല, മുട്ട ഇടുകയില്ല. ഇതേ കണ്ടീഷൻ തന്നെയാണ്, ഇങ്ങനെ ഇതുപോലെ തന്നെ. ഇതിപ്പോ കൊണ്ടുവരുമ്പോൾ ഒരു 1500 മീനെ ഇടും, രണ്ടിനും കൂടെ. അതും അതിനാണ് ഒരു 750 മീനെ വെച്ച് നമ്മൾ ഇതിനകത്ത് 2 വിടും. ഇതിപ്പോ ഒരാൾക്ക് ഒരു 3 ഇക്കിളി ഉണ്ട് ആദ്യത്തെ. ഒന്നും പറയാനില്ല. നമുക്ക് ഇവിടുന്ന് മേലേക്ക് പോകണം. ഇവിടെ കുറച്ച് മേലേക്ക് മാറിയാണ് ടെന്റ് ഹൗസ് ഉള്ളത്. സ്പേസ് ലാൻഡിലേക്ക് നമ്മൾ പോവുകയാണ്. പ്രവേശിച്ചിരിക്കുന്നു. വാഷ്റൂമാണ്. ഇവിടെ വൈദ്യുതി ഇല്ല, കംപ്ലീറ്റ് സോളാറിന്റെ ആണ്. പിന്നെ അത്യാവശ്യം വൈഫൈയും ഫോൺ ചാർജ് ചെയ്യാൻ വേണ്ടി ഒരു ചെറിയൊരു ഇത് മാത്രം ഇട്ടിട്ടുണ്ട്. ഒരു ഫ്ലക്കും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇത് കാന്റീനാണ് കേട്ടോ ഇവിടെ. പിന്നെ വോളിബോള്, ക്രിക്കറ്റ്, ബാഡ്മിന്റൺ എല്ലാം കളിക്കാനുള്ള സൗകര്യമുണ്ട്. അതായത് ഇതുണ്ടോ, ഇതിപ്പം നമ്മുടെ കാർഡമ ഹെഡ്, അത് പെപ്പർ ഹെഡ്, അങ്ങനെ ഓരോത്തിനും ഓരോ പേരുകളാണ്. അങ്ങനെ ഒരു 60-65 പേർക്ക് വന്നു കഴിഞ്ഞാൽ സുഖമായിട്ട് എല്ലാ സൗകര്യങ്ങളോട് കൂടിയുള്ള ടെന്റുകളും ഹഡുകളും ഒക്കെയാണ് ഇവിടെ ഉള്ളത്. ഇരിക്കാനുള്ള സൗകര്യമുണ്ട്. തെങ്ങിന്റെ തടിയാണ്. ക്യാമ്പ് ഫയർ മഴയൊന്നും ഇല്ലെങ്കിൽ ക്യാമ്പ് ഫയർ ഉണ്ടാവും.
വേറെ ഡിസ്റ്റർബൻസോ ഇല്ലില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഇതിനകത്തുള്ള ഈ സ്ഥലത്തിന് 5 ഏക്കറിന് നടുക്കുള്ള സംഭവമാണ്. അപ്പൊ അറിയാലോ, അതിൻ്റെതായുള്ള പ്രൈവസി കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ട്. ഇപ്പൊ കൂടാതെ നമുക്ക് ഏകദേശം ഇവിടുത്തെ കാഴ്ചകളുടെ കാര്യങ്ങളൊക്കെ കണ്ടല്ലോ. ഇവിടുത്തെ എല്ലാവിധ സൗകര്യങ്ങളെ കുറിച്ച് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇടുക്കിക്ക് നിങ്ങളൊരു ടൂറ് കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അത് ഫാമിലി ടൂർ ആയിക്കോട്ടെ, നിങ്ങൾ ബാച്ചുലർ പാർട്ടി ആയിട്ടുള്ള സെറ്റപ്പ് ആയിക്കോട്ടെ, എങ്ങനെ ഹണിമൂൺ ട്രിപ്പ് ആയിക്കോട്ടെ, ഏത് സെറ്റപ്പ് ആണെങ്കിലും നേരെ ഇങ്ങോട്ട് വരിക. നമ്മുടെ ഫിഷ് ലാൻഡ്, അതായത് എല്ലാവിധ പ്രൈവസികളും സെക്യൂരിറ്റി എല്ലാവിധം ഉള്ള നല്ല നമുക്ക് അറിയാവുന്ന നമ്മുടെ നാട്ടിലെ ഏറ്റവും നല്ലൊരു ഇതാണ്. അപ്പം നമുക്ക് ഇനി ഇവിടുന്ന് കൂടുതൽ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈവ് ഫിഷിങ്ങിലേക്ക് നമുക്ക് പോവാം. കൂട്ടുകാരെ, നമ്മുടെ ഫിഷ് ലാൻഡിൻ്റെ ഫാമും സംവിധാനങ്ങളും എല്ലാം കൂടെ ഉള്ളതിൻ്റെ ഏകദേശം ഒരു ഫുൾ വ്യൂ നമുക്കിത് ഇവിടെ നിന്ന് കാണാൻ പറ്റും. കൂട്ടുകാരെ, നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ അഖിലും രഞ്ജിത്തും എല്ലാവരും കൂടെ കൂടി ഇതാണ്ടേ സൂപ്പർ ചൂണ്ടയിടിയിലാണ് കേട്ടോ. എന്തുമാത്രം കിട്ടിയെന്നൊന്നും അറിയത്തില്ല, കുറച്ച് നേരമായി പരിപാടി തുടങ്ങിയിട്ട്. എന്തായാലും നമുക്ക് അവരുടെ അടുത്തേക്ക് പോയി നോക്കാം. ഇഷ്ടംപോലെ മീനുണ്ട് കേട്ടോ. നല്ല സൂപ്പർ ഗൗരയും ഗിഫ്റ്റ് സിലോപ്പിയയും അനാമസും എന്ന് വേണ്ട സകല സാധനങ്ങളും ഉണ്ട്. കിട്ടിയോ? മീൻ കിട്ടിയോ? മീന് തീറ്റി കൊടുത്തോണ്ടിരിക്കുന്നുള്ളൂ അല്ലേ? കിട്ടിയിട്ടില്ലല്ലേ? അതേണ്ട തീറ്റയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുറെ നേരമായല്ലോടാ ശ്രമിക്കാൻ തുടങ്ങിയിട്ട്. കിട്ടി ഗൈസ്. പെട്ടക്കുന്ന സാധനം കണ്ടോ? നമ്മുടെ ഇന്ന് വെള്ളത്തിൽ ഇപ്പോൾ വരെ കിട്ടിയതിൽ അത്യാവശ്യം മുഴുത്താരും മീന ചിത്രലാടയത് സാധനം. ചിത്രലാടേനെ ഓരോരുത്തരെ പൊക്കിയിട്ടുണ്ട്. എന്തായാലും കുഴപ്പമില്ല, അടിപൊളി. എടാ ഇതിന്റെ ഇതൊന്ന് ഊരി കൊടുത്തടാ. ഇതിന്റെ ഇത് കണ്ടോ കേട്ടോ, പിള്ളേരെല്ലാം ഇത് കാണാം. കണ്ടോ, എൻ്റെ തലയിൽ വന്നിപ്പോൾ കോർക്കല്ലോ കേട്ടോ, ചൂണ്ടയുടെ അറ്റവേ. അയ്യോ, ഞാൻ പറഞ്ഞു തീർന്നില്ല. അതേടാ കണ്ടോ, എൻ്റെ മോന്തൊക്കെ എന്നെ വന്നു. അതിലൊരു മീനുണ്ടായിരുന്നു, പിന്നെയും കുഴപ്പമില്ലായിരുന്നു. കുറെ നേരമായല്ലോടാ, വല്ലതും നടക്കുമോന്ന് എങ്ങനെ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയണോ അല്ല കിട്ടണമെങ്കിൽ. ഓ അതെ, അവിടെ ഒരെണ്ണം കിട്ടിയിട്ടുണ്ട് കേട്ടോ. എങ്ങനെയുണ്ട്? നമ്മുടെ മണിച്ചേട്ടൻ ഉണ്ട് ഇറങ്ങി. സമയം ഒരുപാട് വൈകുകയും ചെയ്തു, അതുകൊണ്ട് നമ്മൾ അധികം നേരം ചൂണ്ടയും കൊണ്ട് നിൽക്കുന്നില്ല. വേണ്ട, നല്ല പെട്ടക്കണ ഉണ്ടോ? ഒന്ന് കാണിച്ചോട്ടെ, ഒന്ന് എടുത്തോട്ടെ, ഒന്ന് കണ്ടോ, നല്ല സൂപ്പർ. ഇത് ചിത്രലാടയോ? ചിത്രലാട കണ്ടോ, നല്ല പെടക്കുന്ന സാധനം. ചിത്രലാട പറിക്കട. അങ്ങനെ പിടിക്കില്ല, മുള്ളൂട്ട് നമുക്ക് പിടിക്കും താഴോട്ട്. നമ്മുടെ തല ഇടിച്ചു, ആക്സിഡന്റ് ഉണ്ടായി കേട്ടോ. അവിടെ കിടക്കട്ടെ. പിന്നെ ഒരുത്തനെ കൂടെ കിട്ടി. പഴയ മീൻപിടുത്തക്കാരനാ കേട്ടോ. എന്നാ പിടുത്തക്കാരൻ അങ്ങോട്ട് പിടിക്കാൻ പറ്റുന്നില്ലേ? അതെ, ഈ ഫ്രണ്ടിലത്തെ മുള്ളില്ലേ? കാര്യമായിട്ട് പറഞ്ഞോ? ശരി, മകമൊന്ന് കാണിച്ചേ. പിന്നെ ഇവൻ മുമ്പോട്ട് ഇങ്ങനെ പിടിക്കണം കേട്ടോ. ഇങ്ങനെ കണ്ട, നമുക്ക് ആവശ്യത്തിന് സാധനമായിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. സമയം ഒരുപാട് ലേറ്റായി, അതുകൊണ്ട് തന്നെ ഒരു ഫിഷ് ഫ്രൈ ഒന്നും നമുക്ക് റെഡിയാക്കാൻ പറ്റിയില്ല. എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് തന്നെ കരുതട്ടെ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.